നോക്കി നടന്നുകൂടാ. നിന്നെ തന്നെ നോക്കിയടക്കാൻ നീ സിനിമാ നടൻ ദുൽഖർ സൽമാനൊന്നും അല്ലല്ലോ. ഒരു പച്ച പൊടി ചുവന്ന ചുണ്ടും കണ്ടു കഴിഞ്ഞ ചെടിയിലുണ്ടായ മുളക് മുരടിച്ചതുപോലെ ഉണ്ട്. ഹണി, നീ എന്താ ആലോചിച്ചോണ്ടിരുന്നേ? നിങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടപ്പോ ഞാനും കൂടെ ചുമ്മാ ഇങ്ങനെ നടന്നേ ഉള്ളൂ. എന്തെങ്കിലും ആലോചിക്കണമായിരുന്നോ? അതെ, ഇന്ന് കിറ്റിയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. കിറ്റിയുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോലെ ഇതുവരെ എന്നോട് എന്താ ഇഷ്ടം ചോദിച്ചിട്ടുണ്ടോ? ഓ, പിണങ്ങാതെ വലിയ എളിയാ. നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ പറ. കിറ്റിക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് എനിക്കും ഇഷ്ടമുള്ളത്. ഹാപ്പി ബർത്ത്ഡേ കിറ്റി. ദൈവത്തിന്റെ കൃപ കൊണ്ട് കിറ്റിക്ക് ദീർഘായുസായിരിക്കട്ടെ. ഈ ലോകത്ത് നിന്ന് ആരൊക്കെ തന്നെ പോയാലും കിറ്റി മാത്രം ഈ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കട്ടെ. തന്നെ തിയേറ്ററിൽ പോയി സ്വന്തം പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് പടം കാണാൻ കയറിയിട്ട് ഒറ്റക്കിരുന്ന് അഭിപ്രായവും പറയാം. എന്റെ അമ്മോ, പടം അടിച്ചു പൊളിച്ചു തിമിർത്തൂന്ന്. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. പക്ഷെ ബർത്ത്ഡേ പാർട്ടി വൈകിട്ടാണല്ലോ. നിങ്ങൾ എന്താ നേരത്തെ വന്നത്? കിറ്റി, നീ ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് സ്ലാം ബുക്ക് ഉണ്ടാക്കാനാ. അത് വെച്ച് ചോദ്യം ചോദിക്കാം. നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? റെഡ് അല്ലല്ല, ഗ്രീൻ അല്ലല്ല, ഓറഞ്ച്. ഇത്രയധികം നിറങ്ങൾ ഇഷ്ടമാണെന്നോ? ഇതെന്തായാലും ഒരു വല്ലാത്ത ഗിഫ്റ്റ് കൊടുക്കലായി പോകുന്നു തോന്നുന്നു. പിങ്ക് ഫൈനൽ. ഇഷ്ടപ്പെട്ട വസ്തു ഏതാ? കളിപ്പാട്ടാണോ, ഉടുപ്പാണോ, കാറാണോ? കളിപ്പാട്ടോ? കളിപ്പാട്ടങ്ങളിൽ പാവ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശരിക്കും ഒരു കയ്യിൽ അമ്പും മറ്റേ കയ്യിൽ വില്ലുള്ള പാവ എനിക്ക് വലിയ ഇഷ്ടമാണ്. മനസ്സിലായി. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ചെന്നിട്ട് സ്ലാം ബുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് സ്ലാം ബുക്കിന് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇതല്ല, പഴയതാണ് കീറിപ്പോയത്. അതാണ് ഒട്ടിക്കേണ്ടത്. ബൈ കൂട്ടുകാരെ, കിറ്റിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ നല്ലൊരു കട കണ്ടെത്തണം. വാ, നമുക്ക് പാവ നോക്കാം. പിങ്ക് പാവ തന്നെ വേണം. പിങ്ക് ദാ കണ്ടുപിടിച്ചു. പക്ഷെ അമ്പും ബില്ലൊന്നും കാണുന്നില്ലല്ലോ. പിങ്ക് ഇല്ലല്ലോ. നീ എന്തിനാടാ ടെലിസ്കോപ്പിൽ കൂടെ അന്വേഷിക്കുന്നേ? നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചന്ദ്രനിൽ നോക്കാന്ന്. ചിലപ്പോ കിട്ടിയാലും പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ അതവിടെ ഉണ്ടെങ്കില് നമ്മൾ എങ്ങനെയാ അവിടേക്ക് പോവുക? നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നേ? എത്ര നാളെന്ന് വെച്ചാൽ എന്റെ പേരിൽ ഇങ്ങനെ ക്രെഡിറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നേ? കിട്ടിപ്പോയി, പാവക്കുട്ടിയെ കിട്ടി. ഞാൻ കണ്ടുപിടിച്ച പാവക്കുട്ടി കിറ്റി പറഞ്ഞതുപോലെ തന്നെയാണുള്ളത്. കിറ്റി ഈ സമ്മാനം കണ്ട് വളരെയേറെ അത്ഭുതപ്പെടും. വേഗം വാ, പെട്ടെന്ന് നമുക്ക് പോയി അത് വാങ്ങിക്കാം. എന്താ നിനക്കിവിടെ കാര്യം? കിറ്റിക്ക് എന്തായാലും ഡോൾ കൊടുക്കാൻ പോകുന്നത് ഞാൻ മാത്രമാണ്. എടാ, ഞാൻ നിങ്ങളെക്കാളും ബുദ്ധിമാനാണ്. മനസ്സിലായോ? വന്ന് ഈ സണ്ണിയെ കണ്ട് ഒരു രക്ഷയില്ലാതായി. ഇതേതായാലും ഇങ്ങനെ വിട്ടാ പറ്റില്ല. വേഗം പിടിക്കണം അവനെ. സണ്ണി നിക്ക്. ഓക്കേ.
ഉം. ഇതിന് വല്ലാത്ത ഭാരമാണല്ലോ. ഇടിച്ചടിയിൽ എന്റെ ബോധയുടെ ഷേപ്പ് തന്നെ മാറി. ആ. ഇങ്ങനെ പോയാൽ അവനെ പിടിക്കുന്നത് വളരെ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും ആ ഗിഫ്റ്റ് തിരിച്ചു വാങ്ങണം. കൂട്ടുകാരെ, ഞാനൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേഗം വാ. എടാ, നിങ്ങളെന്താടാ എന്നെ ഓർന്ന് വിചാരിച്ചോ? 3 പേരും കൂടെ ഒരുമിച്ച് എന്നെ പുറത്തിരിക്കുന്നത്. ഇറങ്ങടാ. അണ്ണിടായി, ഞങ്ങളുടെ ഗിഫ്റ്റ് നീ തിരിച്ചു തരുന്നോ ഇല്ലയോ? കിറ്റിക്ക് ഗിഫ്റ്റ് ഞാൻ കൊടുക്കും. ഇത് വാങ്ങിച്ചിട്ട് അവൾ എന്നോട് താങ്ക്സും പറയും. ഞാൻ നിങ്ങൾക്ക് ഇത് തരില്ല. കിറ്റിയുടെ ബർത്ത്ഡേ പാർട്ടി ഇതാ ഇപ്പൊ തുടങ്ങും. മിക്കവാറും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഖന്ന സാർ ഒരു 5 കവിത എങ്കിലും ചൊല്ലിക്കൊടുത്ത് കാണും. നമുക്ക് ഈ ഗിഫ്റ്റ് അങ്ങ് പങ്കുവെച്ചാലോ? പെട്ടി നമുക്ക് എടുക്കാം, പാവ സണ്ണി എടുത്തോട്ടെ. മിണ്ടായിരിക്കടാ, ഈ പാവക്കുട്ടിയെ കിറ്റിക്ക് നമ്മൾ തന്നെ കൊടുക്കും. കൊള്ളാം. ഇവിടെ വരൂ. ബണ്ണി, സർദാർ പോപ്പട്ട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇവരോട് 3 പേരോടും ചോദിച്ചു, എന്നോട് മാത്രം ചോദിച്ചില്ല. എന്നോട് ഞാൻ എങ്ങനെ ചോദിക്കാനാ? നീ കാരണം മാത്രമേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുള്ളൂ. ഇവിടെ വരൂ, മരുന്ന് കഴിക്കൂ, വായടച്ചിട്ട് പോകാൻ നോക്കൂ. അത് പിന്നെ ഞങ്ങൾക്കല്ല, ഹണിക്കാണ് പ്രശ്നം. ഇവനോട് ചോദിച്ചപ്പോ നിങ്ങളോട് മാത്രമേ പറയൂ എന്ന് പറഞ്ഞു. പറയടാ ഹണി. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഉറങ്ങുന്ന സമയത്ത് കണ്ണടഞ്ഞു പോകുന്നു, എഴുന്നേക്കുന്ന സമയത്താണെങ്കിൽ കണ്ണ് തുറക്കുന്നു. കളി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണം തോന്നുന്നു, പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പേ തോന്നുന്നില്ല. എടാ, ഇതൊക്കെ ഒരു പ്രശ്നമാണോടാ? ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് എന്തുമാത്രം ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ആദ്യം തീരട്ടെ, എന്നിട്ടാവാ നിന്റെ പ്രശ്നം. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞാലും ഇവന്റെ പ്രശ്നം തീരുകയേയില്ല. ഒരുപക്ഷെ ഇവന്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് പ്രശ്നം ഉണ്ടാവുകയില്ല. എന്നാലും നീ ഇതുപോലൊരു ചോദ്യം ചോദിച്ച് എന്റെ മനസ്സിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കിക്കോ, പൊയ്ക്കോ. ഈ ഹാണി കാരണോ ഇതൊക്കെ സംഭവിച്ചത്? ദേഷ്യം വന്നിട്ടേ വീട്ടിൽ പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നത്. കാലിപ്പ് തീരണില്ല. ഇവൻ എന്താ ഈ പറയുന്നേ? ഔ, ഇത്ര എനർജി കിട്ടിയിരിക്കുകയാണ്. എല്ലാവരെക്കാളും ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ഓടാൻ കഴിയും. എടാ നന്ദു, നിന്റെ അസുഖങ്ങളൊക്കെ മാറിയെന്നാ തോന്നുന്നേ. ഇവൻ കുലിക്കല് അകത്തുള്ളതൊക്കെ കുലുങ്ങി പോയെന്നാ തോന്നുന്നത്. ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആവുകയാണ്. ഈ പേപ്പർ കീറിക്കളയും, സാധനങ്ങൾ പൊട്ടിക്കും, മരം ഞാൻ പിഴുതെറിയും. എന്റെ അമ്മച്ചി, മരം ഇത്രയും പെട്ടെന്ന് വളർന്നോ? എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ഇത്രയും ശക്തി കിട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും? ആ ഡക്ട് ചിച്ചി. ഡക്ട് ചിച്ചി, ഇതാ. മോൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രായം തോന്നാല് ടി വി ഇറങ്ങി വരാനൊന്നും പോകുന്നില്ല.
അച്ഛൻ എപ്പോ നോക്കിയാലും വെറുതെ കള്ളമേ പറയാറുള്ളൂ. ലെഫ്റ്റിലേക്ക് പോവൂ. ഇല്ല, എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. എനർജി പോണെങ്കിലേ നീ എന്തെങ്കിലും കളി കളിക്കണം. ക്രിക്കറ്റ് കളിച്ച് എനർജി ഞാൻ സമർപ്പിക്കാം. ഇതാ മൂന്നാമത്തെ സ്റ്റംപ്. ഇതാണ് ബോൾ. ഇനി ഇതാ പിടിച്ചോ ബാറ്റ്. ഇനി ഇതാ പിടിച്ചോ ഷോട്ട്. എന്റെ ഭായ് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ആരും ക്ഷീണിതനായി തന്നെ ഇരിക്കാം. കറുത്തെ ജിമ്മിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഞാനൊന്ന് വന്നേ. ജിം വർക്കൗട്ട് നല്ല ഐഡിയ തന്നെയാണ്. കൂട്ടുകാരെ എന്നെ ഒന്ന് രക്ഷിക്കടാ വേഗം. അതെ, നിനക്ക് വേണ്ടിട്ട് ചെറിയ ഒരു ടെമ്പിൾ എന്നാ പിടിച്ചോ. കൊള്ളാം. അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട്. എന്റെ ഭായ്, എന്റെ ജിമ്മിനകത്ത് തെർമോകോൾ ടെമ്പിൾസ് ആരാണ് കൊണ്ടുവന്ന് വെച്ചതാ? മതിയായി, ഇത് വേണ്ട, ഇത് ചെയ്യാം. ടച്ച് കടിച്ച് ടച്ച് എന്താ ഇത്? എടക്കർത്താ, നിനക്കൊരു ജോലിയുണ്ട്. ജോലി? അത് കൊള്ളാം. എന്റെ എനർജി തീർന്നു കിട്ടും. വരൂ. കറുത്തെ, അവരുടെ ക്രെയിൻ റിപ്പയർ ആയിരിക്കുക. ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം മുകളിൽ കൊണ്ട് വെക്കണം. കർത്ത എല്ലാ ജോലിയും ചെയ്ത് തീർക്കും.